Hi dear students, ഇന്ന് നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസും നോക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് 5 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാവുക? അതിനൊരു എക്സാമ്പിൾ കണ്ടോളൂ. ഇതൊരു ട്രീ ആണ്. കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഹൈറ്റ് 1.7 മീറ്റർ ഹൈറ്റുള്ള ഒരു കുട്ടി നിൽക്കുന്നു. ഈ കുട്ടി ഈ ടോപ്പ് ഓഫ് ദി ട്രീ, ഈ മരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എത്ര ഡിഗ്രിയിൽ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടു എന്ന് നമുക്ക് പറയാം. ഈ കുട്ടി നേരെ നോക്കുന്നത് ഒറിസോണ്ടൽ റേ ആണത്. ഇത് റേ ഓഫ് വിഷൻ ആണ്. കുട്ടി ഒബ്ജക്റ്റിനെ കണ്ടതും അതുപോലെ നേരെ നോക്കിയതും അതിൻ്റെ ഇടയിലാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇതൊരു കുട്ടിയാണ്. ഇതൊരു ടവറാണ്. ഈ ടവറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കുട്ടി കാണുക? കുട്ടി നേരെ നോക്കുന്നതാണ്. ഒറിസോണ്ടൽ റേ ആൻഡ് റേ ഓഫ് വിഷൻ. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് വിഷൻ എന്ന് വിളിക്കുക. ആംഗിൾ ഓഫ് എലിവേഷൻ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിൽ, താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് നമുക്കൊരു വേറെ ടോപ്പിക്കായിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ മാത്രം എന്താണെന്ന് മനസ്സിലാക്കുക. ഒറിസോണ്ടൽ റേ ആണിത്. ഇത് റേ ഓഫ് വിഷൻ, അതായത് കുട്ടി കാണുന്നത് റേ ഓഫ് വിഷൻ. റേ ഓഫ് വിഷൻ ആണ് ഈ റേ. ഇത് ഒറിസോണ്ടൽ റേ. അതിൻ്റെ ഇടയിലാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാവുക എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. വലിയത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. എ ബോയ് ഹൈറ്റ് 1.8 മീറ്റർ. എ ബോയ് 1.8 മീറ്റർ ഹൈറ്റ് സ്റ്റാൻഡ്സ് 10 meter away from a tree. He sees the top of the tree at an angle of elevation 50 degree. What is the height of the tree? Question മനസ്സിലായല്ലോ. A boy height 1.8 meter stands 10 meter away from a tree. 10 meter away from a tree. He sees the top of the tree at an angle of elevation 50 degree. At an angle of elevation 50 degree. What is the height of the tree? Question adana. What is the height of the tree? ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ഞാൻ ഈ പിക്ചറിന് ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് പേര് കൊടുത്തു. ABCDE. അതിൽ നമുക്കറിയാം 50 ഡിഗ്രി ട്രയാങ്കിൾ. നിങ്ങൾ എപ്പോഴും 90 വരുന്ന ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമേ സൈൻ കോസ് ടാൻ ഇത് എടുക്കാൻ പാടുള്ളൂ. ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിലും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സൈനല്ല, കോസ് അല്ല, ടാൻ മാത്രമേ എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടാൻ മാത്രം. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാൻ എത്ര ഡിഗ്രിയാണ് നമ്മൾ എടുക്കേണ്ടത്? 50 ഡിഗ്രി. ടാൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? ടാൻ 50യുടെ ഓപ്പോസിറ്റ് സൈഡ് AB ബൈ അഡ്ജസൻറ്റ് സൈഡ് BC. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് സൈഡ് 10 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ആ 10 വെച്ച് കൊടുക്കാം നമുക്കിവിടെ. അതായത് BC എന്ന് വെക്കുന്നതിന് പകരം 10 വെച്ചു എന്ന് മാത്രം. ഈ ബൈ 10 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 10 ആവും. tan 50 into 10 equal to AB. tan 50ൻ്റെ വാല്യൂ 1.19 into 10 equal to AB. 10 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേസ് ഡെസിമൽ മുന്നിൽ ഇട്ടാൽ മതി. അതായത് 1.19 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.9 എന്ന് എഴുതിയാൽ മതി. 100 ആണെങ്കിൽ 2 പ്ലേസ് ചാടിക്കണം. ഇത് 10 ഉള്ളൂ, അപ്പോൾ 1 പ്ലേസ് ചാടിച്ചാൽ മതി. 11.9 മീറ്റർ ആണ് നമുക്ക് AB കിട്ടുന്നത്. AB ഈക്വൽ ടു 11.9 മീറ്റർ. പക്ഷേ ഇതല്ലല്ലോ നമ്മുടെ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AE ആണ്. ഹൈറ്റ് ഓഫ് ദി ട്രീ കാണാനാണ്. ഹൈറ്റ് ഓഫ് ദി ട്രീ കാണാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ A തൊട്ട് E വരെ ഉണ്ട്. നമുക്ക് AB നമുക്ക് ആൻസറായി കിട്ടിയിട്ടുണ്ട്. കൂടാതെ CD അല്ലെങ്കിൽ BEന്റെ ഹൈറ്റ് നമുക്ക്
കുട്ടിയുടെ ഹൈറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ എ ബി പ്ലസ് ബി ഇ ആണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിൽ എ ബി എത്രയാണ്? 11.9 പ്ലസ് ബി ഇ 1.8. 11.9ഉം 1.8 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13.7 മീറ്റർ. ഈ 13.7 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ സിമ്പിൾ അല്ലേ? ഞാൻ വേറൊരു പ്രധാന കാര്യം പറയാം. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഈ രണ്ട് കാര്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാന കാര്യം ടാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇതെന്ന് പറഞ്ഞ റേ ആണ്, നമ്മുടെ കാഴ്ചയുടെ റേ ആണ്, വിഷനാണ്. അതുകൊണ്ട് ആ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മളോട് ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ആണ് എപ്പോഴും ആവശ്യം. ടാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ടാൻ മാത്രമാണ് എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് കാണാം. ആംഗിൾ ഓഫ് എലിവേഷനുമായി ബന്ധപ്പെട്ട അടുത്ത എക്സാമ്പിൾ നോക്കൂ. സെക്കൻഡ് എക്സാമ്പിൾ. എ ബോയ് ഹൈറ്റ് 1.5 meter high, a boy 1.5 meter tall stands 20 meter away from a tower. He sees the top of the tower at an angle of elevation 70 degree. ഇത് എക്സാമ്പിൾ 2 ആണ്. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും കുട്ടികളുടെ ഹൈറ്റ് പറയാതെ ചോദിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യനെ ഒന്നും കൂടി മാറ്റി പറയാം? എ ബോയ് സ്റ്റാൻഡ്സ് 20 meter away from a tower. A boy stands 20 meter away from a tower. കുട്ടിയുടെ ഹൈറ്റ് പറയുന്നില്ല. A boy stands 20 meter away from a tower. He sees the top of the tower at an angle of elevation 70 degree. What is the height of the tower? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നമ്മളോട്. What is the height of the tower? അപ്പോൾ ഒന്ന് കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുള്ളത്, ഒന്ന് തരാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ എ ബി സി ഡി ഇ എന്ന് ഞാൻ ട്രയാങ്കിൾ ഒരു പിക്ചറിൻ്റെ പേര് കൊടുത്തു. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ, 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ. ആ ട്രയാങ്കിളിൽ നമുക്ക് ടാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എപ്പോഴും ടാൻ യൂസ് ചെയ്യുക. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്. ടാൻ എത്ര ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 70 ഡിഗ്രി ഈക്വൽ ടു 70ൻ്റെ ഓപ്പോസിറ്റ് എ ബി ബൈ അഡ്ജസൻറ്റ്, ഇതാണ് ബി സി. ബി സി 20ക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് നോക്കൂ, ഡി ഇ ബി സി 20 ആണ്. അപ്പോൾ 20 എന്ന് കൊടുത്തു. ബൈ 20 ഈക്വലിൻ്റെ അപ്പുറം വരുമ്പോൾ ടാൻ 70 ഇൻറ്റു 20 ഈക്വൽ ടു എ ബി. ടാൻ 70ൻ്റെ വാല്യൂ 2.75 ആണ്. ടാൻ 70ൻ്റെ വാല്യൂ 2.75 ഇൻറ്റു 20 ഈക്വൽ ടു എ ബി. 275 ഇൻറ്റു 20, 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, എന്നിട്ട് 0 എഴുതാം. 2 ഇൻറ്റു 5 10, റിമൈൻഡർ 1. 2 ഇൻറ്റു 7 14 പ്ലസ് 1 15, റിമൈൻഡർ 1. 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. ഒരു 0 ഇട്ട് കൊടുത്തു. 2 പ്ലേസ് ഡെസിമൽ ഇട്ടു. 55.00 55 മീറ്റർ ആണ് നമുക്കിവിടെ എ ബി കിട്ടിയത്. 55 മീറ്റർ. ഇതാണോ ടവർ? ഇതാണോ എ ബി ആണോ ടവർ? അല്ല. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇയും കൂടി ആഡ് ചെയ്യണം, കുട്ടീൻ്റെ ഹൈറ്റ് കൂടി ആഡ് ചെയ്യണം. ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി ഇ. എ ബി എത്രയാണ്? നമുക്കിവിടെ കിട്ടി 55 മീറ്റർ പ്ലസ് ബി ഇ ഹൈറ്റ് ഓഫ് ദി ബോയ് 1.5. 55ഉം 1ഉം ആഡ് ചെയ്താൽ 56.5 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് നമുക്ക് പറയാം. ഇനി കുട്ടീൻ്റെ ഹൈറ്റ് ഇല്ലാതെ നമ്മൾ വരച്ച പിക്ചർ മനസ്സിലായല്ലോ. കുട്ടീൻ്റെ ഹൈറ്റ് ഇല്ലെങ്കിൽ, തന്നിട്ടില്ലെങ്കിൽ വരയ്ക്കേണ്ട. അവിടെയും ടാൻ യൂസ് ചെയ്യുക. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ എത്ര ഡിഗ്രിയാണ്? ഇവിടെ തന്ന 70 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സി ഓർ 20. ബൈ 20 ഈക്വലിൻ്റെ അപ്പുറം വരുമ്പോൾ ടാൻ 70 ഇൻറ്റു 20 ഈക്വൽ ടു എ ബി. ടാൻ 70ൻ്റെ വാല്യൂ 2.75 ഇൻറ്റു 20 ഈക്വൽ ടു എ ബി. 275നെ 20 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 20 പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 5 10, റിമൈൻഡർ 1. 14 പ്ലസ് 1 15, റിമൈൻഡർ 1. 2 ഇൻറ്റു 2 4 പ്ലസ് 1 5. 0 എഴുതി. 2 പ്ലേസ് ഡെസിമൽ ഇട്ടു. പോയിന്റിന് ശേഷം സീറോസ് മാത്രം വന്നതുകൊണ്ട് ഒഴിവാക്കി. എ ബി ഈക്വൽ ടു 55 മീറ്റർ. ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് എ ബി മാത്രമാണ്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ്
കുട്ടിയുടെ ഹൈറ്റ് കൂടി കൂട്ടണമായിരുന്നു. ഇവിടെ അങ്ങനെ കൂട്ടണ്ട. അപ്പോൾ കുട്ടിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ നോക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹൈറ്റ് വരയ്ക്കരുത്, വരയ്ക്കാതെ വേണം ചെയ്യാൻ. അപ്പോൾ ഇന്ന് ആംഗിൾ ഓഫ് എലിവേഷനിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പറഞ്ഞത്. നല്ല സിമ്പിളാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പറഞ്ഞത്. ആംഗിൾ ഓഫ് എലിവേഷനിലെ അടുത്ത കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.